ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ എഴുത്തുകാരിയായിട്ടുള്ള അനീറ്റ കൃഷ്ണന്റെ ഗോസ്റ്റ് ഓഫ് ദ സൈലന്റ് ഹിൽസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ആദ്യത്തെ സ്റ്റോറി ആയിട്ടുള്ള ആൻ അൺകാനി അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു വിചിത്രമായ ആത്മബന്ധം എന്ന് പറയുന്ന കഥയാണ്. ഈ ഒരു ബുക്കിന്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബുക്കിൽ ഏകദേശം 10ഓളം ആന്തോളജി സ്റ്റോറീസ് ആണുള്ളത്. അപ്പൊ അതിലെ ആദ്യത്തെ കഥയാണിത്. ഈ ആദ്യത്തെ കഥ തുടങ്ങുമ്പോൾ എഴുത്തുകാരിക്ക് അവരുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തോട് കൂടിയിട്ടാണ് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പ്രശസ്ത ഹിമാലയൻ പട്ടണമായ ഷിംലയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് മാഷോബ്ര. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിലൂടെ വളഞ്ഞു പുളഞ്ഞിടുങ്ങിയ മലമ്പാതയിലൂടെ അവിടെ എത്തിച്ചേരാൻ ഏകദേശം 1 മണിക്കൂർ യാത്ര വേണം. ധാരാളം ഹോട്ടലുകളും ഗസ്റ്റ് ഹൗസുകളും റിസോർട്ടുകളും വന്നതോടെ ഇന്നവിടം തിരക്കുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഇത് നിബിഡമായ കോണിഫറസ് വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തവും പ്രതാപപൂർണവുമായ ഒരു ചെറിയ ഗ്രാമം മാത്രമായിരുന്നു. നിബിഡമായ കോണിഫറസ് വനങ്ങൾ നിറഞ്ഞ ആ വിജനമായ കുന്നുകളും അവിടുത്തെ കുറ്റിക്കാടുകളും അപൂർവീന ഹിമാലയൻ പക്ഷികളും അതിമനോഹരമായ സൂര്യോദയവും അസ്തമയവും എല്ലാം വല്ലാതെ ആകർഷിക്കുന്ന ഒന്നാണ്. പക്ഷികളുടെ കളകൂജനങ്ങളും കുരങ്ങന്മാർ തമ്മിലുള്ള പോരാട്ടങ്ങളും മാത്രമാണ് ആ നിശബ്ദതയെ ഭേദിക്കാറുള്ളത്. കാറ്റ് കുറ്റിക്കാടുകളിലൂടെ വീശുമ്പോഴുണ്ടാകുന്ന സംഗീതം ഭയപ്പെടുത്തുന്നതും എന്നാൽ വശീകരിക്കുന്നതുമാണ്. ആ പുരാതന വനത്തിലെ ദേവദാരുക്കളും പൈൻമരങ്ങളും ഓക്കുകളും കാലങ്ങളായി ആ കുന്നുകളിൽ തലയുയർത്തി നിൽക്കുന്നു. അനേകം തലമുറകളുടെ വരവിനും പോക്കിനും അവ സാക്ഷികളാണ്. അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ചരിത്രത്തിൻ്റെ മൂകസാക്ഷികളാണവ. ഈ കുന്നുകളുടെ ഓരോ കോണിലും നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഗ്രാമസേവക് ട്രെയിനിങ് സെൻറ്റർ നടത്തുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് അച്ഛനോടൊപ്പം എഴുത്തുകാരി മാഷോബ്രയിലേക്ക് പോവാണ്. അദ്ദേഹത്തിൻ്റെ സെമിനാർ നീണ്ടുപോയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് വല്ലാത്തൊരു മടുപ്പും കൂട്ടത്തിൽ വിശപ്പ് അനുഭവപ്പെടാണ്. ആ ഒരു സമയത്താണ് ഇവിടെ ഡ്രൈവറായിട്ടുള്ള സദ്രാം വന്നിട്ട് പുള്ളിക്കാരിയോട് പറയുന്നത്, ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയായിട്ട് തലേ എന്നൊരു സ്ഥലമുണ്ടെന്നും അവിടെ ഒരു ധാബയുണ്ടെന്നും അവിടെ പോയിട്ട് നല്ല മുരിഞ്ഞ പക്കോട കഴിക്കാമെന്ന്. ആ ഒരു പ്രലോഭനത്തിൽ തൽക്ഷണം നമ്മുടെ എഴുത്തുകാരി വീഴാണ്. അങ്ങനെ അവർ തലയിലേക്ക് പോവാണ്. തെക്ക് ഭാഗം കുന്നിൻ ചെരുവിലേക്ക് ഉയർന്നു നിൽക്കുന്നതും വടക്ക് ഭാഗം താഴ്വരയിലേക്ക് പതുക്കെ താഴ്ന്നു പോകുന്നതുമായിട്ടുള്ള പുൽമേടുകൾ നിറഞ്ഞ ഒരു പരന്ന പ്രദേശമായിരുന്നു തലയെന്നുള്ളത്. ധാബയിലിരുന്ന് നല്ല ചൂടുള്ള പക്കോടകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുന്നിൻ മുകളിൽ ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്ന വലിയൊരു കൊട്ടാരം പോലുള്ള വീട് പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ആ ഒരു വീട്ടിൽ ആരും താമസിക്കുന്നില്ലേ എന്ന് സത്രാമിനോടായിട്ട് പുള്ളിക്കാരി ചോദിക്കുകയും ചെയ്യാണ്. അത് ഫരീക്കോട്ട് രാജാവിൻ്റെ ഉടമസ്ഥയിലുള്ള ഫരീക്കോട്ട് എസ്റ്റേറ്റ് ആണ് എന്നാണ് സത്രാം അതിന് മറുപടി നൽകിയത്. എന്നാൽ അതേസമയം ധാബയിൽ നോക്കിക്കഴിഞ്ഞാൽ തകർന്നു വീഴാറായിട്ടുള്ള മറ്റൊരു വീട് കൂടി കാണാൻ പറ്റുമായിരുന്നു. അതിനെപ്പറ്റി പുള്ളിക്കാരി സത്രാമിനോട് ചോദിക്കുകയാണ്. അതിന് മറുപടിയായി സത്രാം പറഞ്ഞത് അത് പ്രേതബാധയുള്ളൊരു വീടാണെന്നാണ്. പ്രേതത്തെക്കുറിച്ചുള്ള കൗതുകം വിശപ്പിനെ മറച്ചു പിടിച്ചതുകൊണ്ടാവാം പുള്ളിക്കാരി കഴിക്കുന്നത് നിർത്തിവെച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ആ ഒരു വീടിനെ നോക്കിക്കാണാൻ തുടങ്ങി. കൗതുകവും ഭയവും ഒരുപോലെ മനസ്സിൽ തിരതല്ലി. കൗതുകത്തിനായിരുന്നു പക്ഷെ കൂടുതൽ മുൻതൂക്കം. അതുകൊണ്ട് തന്നെ അല്പം അടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് സത്രാമിനോട് പറയാണ്. സത്രാം കുറച്ചു നേരം മിണ്ടാതിരുന്നു. കഥ പറയണോ വേണ്ടോ എന്ന് അദ്ദേഹം ആലോചിക്കുകയായിരുന്നു. കരിപിടിച്ച കൽക്കെട്ടുകളും ജനൽപ്പാളികളോ വാതിലുകളോ ഇല്ലാത്ത ആ വീടിൻ്റെ അവസ്ഥ തീയും കാലവും ബാക്കി വെച്ച അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു. സത്രാം പതുക്കെ കഥ പറയാൻ തുടങ്ങി. രാത്രിയിലായിരുന്നു തീപിടുത്തമുണ്ടായത്. അവിടെ തനിച്ച് താമസിക്കുകയായിരുന്ന സ്ത്രീ നല്ലുറക്കത്തിലായിരുന്നു. അവർ ജീവനോടെ വെന്തുമരിച്ചു. ചിലർ കരുതുന്നത് ആരെങ്കിലുമൊക്കെ മനഃപൂർവ്വം തീയിട്ടതാകാമെന്നാണ്. ആ സ്ത്രീയുടെ ആത്മാവ് ഇപ്പോഴും ആ വീട്ടിലുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആരായിരുന്നു ആ സ്ത്രീ? അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ? അതിന് മറുപടിയായി സത്രാം പറഞ്ഞത്, ഇല്ല, കുട്ടികളുണ്ടായിരുന്നില്ല. അവർ രാജാവുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാമുകി. അദ്ദേഹം അവർക്ക് നൽകിയതായിരുന്നു ഈ വീട്. ഇത്രയും പറഞ്ഞുകൊണ്ട് സത്രാം ധാബയുടെ മേൽ നോക്കി ഒന്ന് ചിരിച്ചു. പക്ഷേ ആ വീട് തൊടാൻ പോലും ആരും ധൈര്യപ്പെടാറില്ല. അവിടുത്തെ അവശിഷ്ടങ്ങൾ മാറ്റാൻ ശ്രമിച്ചവർക്കെല്ലാം മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രേതകഥയ്ക്ക് വകുപ്പുണ്ടെന്ന് തോന്നിയതുകൊണ്ടാവാം ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനായി സത്രാമിനോട് പുള്ളിക്കാരി പറയാണ്. അതിന് മറുപടിയെ സത്രാം പറഞ്ഞത് അവർക്ക് അസുഖങ്ങൾ പിടിപെട്ടു. അല്ലെങ്കിൽ ഉറക്കത്തിൽ ഒരു സ്ത്രീ വന്ന് തൻ്റെ വീട് വിട്ടുപോകാൻ പറയുന്നതായി അവർ സ്വപ്നം കണ്ടു. അങ്ങനെ പലതും. അത്രയും നല്ലൊരു സ്ഥലമായിട്ടും ആരും ആ വീട് നന്നാക്കാനോ അവിടെ താമസിക്കാനോ ധൈര്യപ്പെട്ടില്ല. പെട്ടെന്നാണ് ആ പ്രേതം ആ അവശിഷ്ടങ്ങൾക്കിടയിലിരുന്ന് തന്നെ നോക്കുന്നതായി പുള്ളിക്കാരിക്ക് തോന്നിയത്. ബാക്കി വന്ന പക്കോടകൾ വേഗം കഴിച്ചു തീർത്തതിന് ശേഷം സത്രാമിനോട് തന്നെ എത്രയും പെട്ടെന്ന് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ അവൾ സത്രാമിനോടായി പറഞ്ഞു. ഒരു ഹൊറർ സിനിമയിലെ പോലെ തോന്നിച്ച ആ വീട് അവളെ പതുക്കെ ഭയപ്പെടുത്താനായി തുടങ്ങിയിരുന്നു.